ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി ഇന്ന് എക്സ്പയറി വളറ്റിലിറ്റിയെ മറികടന്ന് ഏകദേശം 120 പോയിന്റ് ഉയർന്നിട്ട് 25,694 ക്ലോസ് ചെയ്തായിട്ട് കാണാം. അപ്പോൾ 25,700 എന്നുള്ള ആ ഒരു റെസിസ്റ്റൻസ് ലെവലിൽ മുകളിൽ പോകാനാകാതെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആ 25,700 എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോർട്ട് കവറിങ് റാലി നടന്നതുപോലെയാണ് മാർക്കറ്റ് മൂവ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. കാരണം ബ്രോഡ് മാർക്കറ്റിൽ ഈ ഒരു മൂവ് നമ്മൾ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ സ്മോൾ ക്യാപ് 250 അതുപോലെ മൈക്രോ ക്യാപ് 250 എല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ നമ്മൾ BSEയിൽ നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകളാണ്. എന്നാൽ മാർക്കറ്റിൽ ചില പോസിറ്റീവായിട്ടുള്ള റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ത്യ-US ട്രേഡ് ഡീലുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രസ്താവനകളാണ്. നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനകൾ പൊതുവെ ഇപ്പോൾ ആരും വലിയ മുഖവിലൊക്കെ എടുക്കാറില്ലെങ്കിലും അദ്ദേഹം US-ന്റെ ഒരു പ്രസിഡന്റാണ്. അദ്ദേഹം തുടർച്ചയായിട്ട് നമ്മുടെ ട്രേഡ് ഡീൽ അടുത്ത് വരികയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിലെന്തെങ്കിലും ഒരു സത്യമുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം ഇപ്രാവശ്യം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ഫെയർ ആയിട്ടുള്ള ഡീൽ ഉണ്ടാവുമെന്നാണ്. അപ്പോൾ ആ ഫെയർ ഡീൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അഡീഷണൽ ആയിട്ട് ഉണ്ടായിട്ടുള്ള 25% താരിഫ് ഒരു പക്ഷേ എടുത്തു കളയാനുള്ള സാധ്യതയാണ് നമുക്ക് കാണാൻ കഴിയുക. കാരണം ഓൾറെഡി റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഓയിൽ പർച്ചേസ് വലിയ തോതിൽ ഡിക്ലൈൻ ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് US-നെ സംബന്ധിച്ചിടത്തോളം ആ 25% എന്നുള്ള അഡീഷണൽ താരിഫ് എടുത്തു കളയാനുള്ള ഒരു അവസരമായിട്ട് അവർ ചിലപ്പോൾ കണ്ടേക്കാം. അങ്ങനെ ആകുമ്പോൾ മുമ്പ് പല അനലിസ്റ്റുകളും പ്രവചിച്ചതുപോലെ നവംബറിൽ തീർച്ചയായിട്ടും ഈ ഒരു 25% താരിഫെങ്കിലും എടുത്തു കളയാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡാറ്റ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ഡാറ്റ, അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയുടെ ഡാറ്റ, അത് വളരെ മിക്സഡ് ആയിട്ട് വന്നതായിട്ട് കാണാം. ഇപ്പോൾ ഒക്ടോബർ മാസത്തെ SIP ഇൻവെസ്റ്റ്മെന്റ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ വഴി റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ ഈക്വിറ്റികളിലേക്ക് പമ്പ് ചെയ്യുന്ന ആ ഒരു എമൗണ്ട് കഴിഞ്ഞ ഒക്ടോബർ മാസം സെപ്റ്റംബർ മാസത്തേക്കാൾ കൂടുതലായിട്ടാണ് കാണുന്നത്. 29,529 കോടി രൂപയുടെ ഒരു ഫണ്ട് ഫ്ലോ ആണ് ഉണ്ടായിട്ടുള്ളത് SIP വഴി. അത് സെപ്റ്റംബറിൽ 29,361 ആയിരുന്നു. അപ്പോൾ അത് റെക്കോർഡ് ഹൈയിലേക്കാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ ആ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മാർക്കറ്റ് ഇത്രമാത്രം സൈഡ് വേസ് ആയിട്ട് പോലും അത് കുറച്ചിട്ടില്ല എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഓവറോൾ ഈക്വിറ്റിയിലേക്കുള്ള ഫണ്ട് ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. അതായത് ലംസം വഴിയും മറ്റും ഈക്വിറ്റികളിലേക്ക് വരുന്ന ഫണ്ട് മൊത്തത്തിൽ നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അവിടെ 19% ഓവറോൾ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. കൂടുതലായിട്ടും ഡെപ്റ്റ് ഫണ്ടുകളിലേക്ക് ആളുകൾ പണം മാറ്റിയതായിട്ട് നമുക്ക് കാണാം. എന്നാൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് അത് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ 79.87 ലക്ഷം കോടിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ആണ് മൊത്തത്തിൽ ഇന്ത്യൻ മ്യൂച്വൽ ഫണ്ട് AMCകൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ സെപ്റ്റംബറിൽ 75.61 ലക്ഷം കോടിയേക്കാൾ കൂടുതലാണ്. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിലേക്കുള്ള ആ ഒരു ശക്തമായ പണമൊഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. ഏകദേശം 25%, 20%-ഓളവും മിഡ് ക്യാപ്പിലേക്കും സ്മോൾ ക്യാപ്പിലേക്കുമുള്ള ഫണ്ട് ഫ്ലോ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ഫ്ലെക്സി ക്യാപ്പ് മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് ശക്തമായ ഒഴുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആ ഒരു ബിഹേവിയർ പാറ്റേൺ മൊത്തത്തിൽ ചേഞ്ച് ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയും. കുറച്ചുകൂടി വാല്യൂ ബേസ്ഡ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്കാണ് ഇൻവെസ്റ്റേഴ്സ് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കാണുന്നത് ബജാജ് ഫൈനാൻസ് സ്റ്റോക്കിലുണ്ടായ ഒരു ക്രാഷാണ്. 7% ഇന്ന് ബജാജ് ഫൈനാൻസിന്റെ സ്റ്റോക്ക് താഴ്ത്തു വരികയുണ്ടായി. സ്വാഭാവികമായിട്ട് ബജാജ് ഫൈനാൻസ് താഴ്ത്തു വന്നതുകൊണ്ട് തന്നെ ബജാജ് ഫൈനാൻസിൽ 50% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള ബജാജ് ഫിൻസർവും താഴത്തേക്ക് വന്നതായിട്ട് കാണാം. അപ്പോൾ ബജാജ് ഫൈനാൻസിന്റെ ക്വാർട്ടർലി പെർഫോമൻസ് അത് മോശമല്ലാത്തൊരു പെർഫോമൻസ് ആണ്. അത് പോസിറ്റീവ് തന്നെയാണ്. കാരണം ഇയർ ഓൺ ഇയർ സെയിൽസിൽ 18% സെയിൽസ് റവന്യൂ ഉണ്ട്, പ്രോഫിറ്റിൽ 17% ഗ്രോത്തും ഉണ്ട്. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടറിലും പോസിറ്റീവായിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്നാൽ അവിടെ ഒരു കൺസേൺ ആയിട്ടുള്ള കാര്യം നോൺ പെർഫോമിംഗ് അസറ്റുകൾ, അല്ലെങ്കിൽ അതിൻ്റെ അസറ്റ് ക്വാളിറ്റി കുറച്ച് ഡിറ്റീരിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഈ ഗ്രോസ് NPA 1.06 എന്ന ലെവലിലുണ്ടായിരുന്നത് ഇപ്പോൾ 1.24% ആയിട്ട് കൂടിയതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു അസറ്റ് ക്വാളിറ്റിയിൽ വന്ന ഡിറ്റീരിയോറേഷൻ അത് ഇൻവെസ്റ്റേഴ്സ് നെഗറ്റീവായിട്ടാണ് കണ്ടത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതുകൂടാതെ റിസൾട്ടിനോടനുബന്ധിച്ച് ബജാജ് ഫൈനാൻസ് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള ഗ്രോത്ത് ഗൈഡൻസും അവിടെ നേരിയൊരു കുറവ് അവർ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മൊത്തത്തിൽ ഈ സ്റ്റോക്കിൽ നെഗറ്റീവായി വന്നിട്ടുണ്ട്. കൂടാതെ സ്ട്രീറ്റ് എസ്റ്റിമേഷനേക്കാൾ സ്ലൈറ്റ്ലി ലോ ആയിട്ടാണ് റിസൾട്ടുകളും വന്നിട്ടുള്ളത്. അപ്പോൾ മൊത്തത്തിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ബജാജ് ഫിനാൻസിനോടുള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് കുറയുവാനും, അപ്പോൾ ഓൾറെഡി പ്രോഫിറ്റിൽ നിൽക്കുന്ന ധാരാളം ഇൻവെസ്റ്റേഴ്സ് ശക്തമായ സെൽ ഓഫ് നടത്തുകയും ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ സ്റ്റോക്ക് താഴത്തേക്ക് വന്നത്. എന്നാൽ ഫണ്ടമെൻ്റലി ഇപ്പോഴും യാതൊരു കുഴപ്പവും ഈ സ്റ്റോക്കിൽ വന്നിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഇനി മറ്റൊരു പോസിറ്റീവായുള്ള റിപ്പോർട്ട് കാണുന്നത് ഗോൾഡ്മാൻ സാക്സിൻ്റെയാണ്. വാൾ സ്ട്രീറ്റ് ജയൻ്റ് ആയിട്ടുള്ള ഈ ഒരു US കമ്പനി ഇന്ത്യൻ മാർക്കറ്റിന് ഓവർ വെയിറ്റ് എന്നുള്ള റേറ്റിംഗ് ആണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതാണ് HSBC ഇന്ത്യയെ അപ്ഗ്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള മേജർ അപ്ഗ്രഡേഷൻ ഇന്ത്യൻ മാർക്കറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പോൾ നമുക്കറിയാം എമേർജിംഗ് മാർക്കറ്റ് ഏറ്റവും മോശം പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മാർക്കറ്റാണ് ഇന്ത്യ. 2024 ഒക്ടോബറിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഗോൾഡ്മാൻ സാക്സ് ഡൗൺഗ്രേഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനവർ പറഞ്ഞ കാരണം 2 പതിറ്റാണ്ടിലെ ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള റിലേറ്റീവ് അണ്ടർ പെർഫോമൻസ് ആണ് ഇന്ത്യൻ മാർക്കറ്റ് നടത്തിയതെന്നാണ്. എന്നാൽ ഇപ്പോൾ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യയുടെ ടാർഗറ്റ് ഉയർത്തിയാണ്. നിഫ്റ്റിയുടെ ടാർഗറ്റ് 29,000 എന്ന ലെവലിലേക്ക് 2026 ഡിസംബറിലേക്ക് ടച്ച് ചെയ്യുമെന്നാണ് അവരുടെ പ്രവചനം. അപ്പോൾ അതിന് കാരണമായിട്ട് പറയുന്നത് റിന്യൂഡ് ആയിട്ടുള്ള മാക്രോ എക്കണോമിക് ഡാറ്റകളും അതുപോലെ കോർപ്പറേറ്റ് കൂടുതൽ സ്ട്രെങ്ത് ആവുകയും വാല്യുവേഷൻ ഇപ്പോൾ ഹൈ ആണെങ്കിൽ തന്നെ വലിയ തോതിൽ മുന്നേറാതെ അതിനെ തടയിടുന്ന രീതിയിലുള്ള ഒരു സ്ട്രക്ചറാണ് ഇപ്പോൾ മാർക്കറ്റിൽ കാണുന്നത് എന്നും കൂടി അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതുപോലെ ഏർണിങ്സ് കുറച്ചുകൂടി സ്റ്റെബിലൈസ് ചെയ്യപ്പെടുന്നുണ്ടെന്നും അതുപോലെ ഫോറിൻ ഫണ്ട് ഫ്ലോ അതിൻ്റെ ഏർലി സൈൻസ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ ഗോൾഡ്മാൻ സാക്സ് ഈ ഒരു റീജിയണൽ ഏരിയയിൽ പ്രത്യേകിച്ച് ഏഷ്യൻ എമേർജിംഗ് മാർക്കറ്റിൽ ഇന്ത്യ അടുത്ത വർഷം ഔട്ട് പെർഫോം ചെയ്യുമെന്നാണ് ഇവർ പ്രവചിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചില സെക്ടറുകൾ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് അപ്ഗ്രേഡ് ചെയ്തിട്ടുള്ളത് അണ്ടർ വെയ്റ്റിൽ നിന്നും മെറ്റൽ ആൻഡ് മൈനിങ്ങിനെ മീഡിയം വെയ്റ്റിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ മീഡിയം വെയ്റ്റിൽ നിന്നും കൺസ്യൂമർ ഡ്യൂറബിൾസിനെയും ഡിഫൻസിനെയും ഓവർ വെയ്റ്റിലേക്ക് ഉയർത്തിയതായിട്ടും കാണാം. എന്നാൽ ഇവർ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെഗ്മെൻറ്റ് കൺസ്യൂമർ റീറ്റെയിൽ അപ്പാരൽസ് ആൻഡ് സർവീസസ് ആണ്. അതുപോലെ ടെക്സ്റ്റൈൽ സ്റ്റോക്കുകൾ ഒരു ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇൻഫോടെക് കമ്പനികളെയും ഇവർ അണ്ടർ വെയ്റ്റ് എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് നിലവിൽ ഓവർ വെയ്റ്റ് ആയിട്ട് നിൽക്കുന്ന സെക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫൈനാൻഷ്യൽസും അതുപോലെ ഓട്ടോ, കൺസ്യൂമർ സ്റ്റാപ്പിൾസ്, ഇൻ്റർനെറ്റ് ആൻഡ് ടെലികോം, ഡിഫൻസ്, ഓയിൽ മാർക്കറ്റിംഗ് കമ്പനീസ്, അതുപോലെ കൺസ്യൂമർ ഡ്യൂറബിൾസ്, ഇതൊക്കെയാണ് ഓവർ വെയ്റ്റ് എന്നുള്ള സെക്ടറായിട്ട് ഇവർ കാണുന്നത്. അതുപോലെ നിലവിൽ ഇന്ത്യൻ മാർക്കറ്റിൽ അണ്ടർ വെയ്റ്റ് ആയിട്ട് അവർ കൊടുത്തിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ സെഗ്മെൻറ്റ്, അതിൽ ഡിഫൻസിനെ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഫാർമ, ഇൻഫോടെക്, കെമിക്കൽസ് പോലെയുള്ള സെക്ടറുകൾ അണ്ടർ വെയ്റ്റ് എന്നുള്ള റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ മാർക്കറ്റിൽ ഇന്നലെ ലോവർ സർക്യൂട്ടിലേക്ക് പോയ ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് റെക്ടിഫയേഴ്സ് ലിമിറ്റഡിൻ്റെ ഷെയർ അത് 20% ഇന്നലെ ക്രാഷ് ആയത്. ഇന്ന് വീണ്ടും 10% ക്രാഷ് ആയതായിട്ട് കാണാം. ടാരിൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനി പവർ ജനറേഷൻ, ട്രാൻസ്മിഷൻ, അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മേഖലയില്ല അത്തരം ഇൻഡസ്ട്രിയൽ സെക്ടറുകളിൽ ട്രാൻസ്ഫോമേഴ്സ് നിർമ്മിച്ച് നൽകുന്ന, കൂടാതെ അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഏകദേശം 25ഓളം രാജ്യങ്ങളിൽ പടർന്നു കിടക്കുന്ന ഒരു പ്രസൻസ് ഈ ഒരു കമ്പനിക്കുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ ഏറ്റവും ഒടുവിൽ വന്ന ഒരു റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയർ സെയിൽസിൽ ഒരു ഡിപ്പാണ്, നേരിയൊരു ഡിപ്പാണ്, 0.33% മാത്രം. എന്നാൽ പ്രോഫിറ്റിൽ 25% ഒരു ഡിപ്പ് ഉണ്ടായിരുന്നു. അതുപോലെ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ സെയിൽസിലും 13% ഒരു ഡിപ്പും പ്രോഫിറ്റിലും 44% ഡിപ്പും ഉണ്ടായിട്ട്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറാണ് വളരെ മോശമായിട്ട് ഈ സ്റ്റോക്കിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇതിനൊരു കാരണമായിട്ട് മാനേജ്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത് സ്റ്റാഫിൻ്റെ ഹയർ കോസ്റ്റും അതുപോലെ ഹൈ ഓപ്പറേറ്റിംഗ് എക്സ്പെൻഡിച്ചറുമാണ് ഇത്തരത്തിലുള്ള പ്രോഫിറ്റ് ഡിക്ലൈൻ ആവാനുള്ള കാരണം. എന്നാൽ ഇത്തരത്തിലുള്ള ഒരു റിസൾട്ട് വന്നതിൻ്റെ പേരിൽ ലോവർ സർക്യൂട്ടിലേക്ക് പോകാൻ മാത്രം അത്ര മോശം സ്റ്റോക്ക് ആയിരുന്നില്ല ടാരിൽ. കാരണം ഇതിൻ്റെ ഫണ്ടമെൻ്റൽസ് നമ്മൾ പരിശോധിച്ചാലും അതിൻ്റെ പ്രീവിയസ് ഇയേഴ്സിലുള്ള അതിൻ്റെ ഗ്രോത്ത് നോക്കിക്കഴിഞ്ഞാലും ഇത്തരത്തിലുള്ളൊരു ക്രാഷ് ഈ സ്റ്റോക്കിൽ ഉണ്ടാകേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് ഈ സ്റ്റോക്കിൻ്റെ ഇടിവിന് കാരണം. അത് വേൾഡ് ബാങ്ക് ഇവരെ അവരുടെ പ്രൊജക്റ്റുകളിൽ നിന്ന് ഡീബാർ ചെയ്തുകൊണ്ടുള്ള നോട്ടീസ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഒരു വാർത്ത സ്ഥിരീകരിക്കുന്ന രീതിയിൽ ഒരു വിശദീകരണം അവർ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ അവർ പറയുന്നത് നവംബർ 4 ഇങ്ങനെ ഒരു നോട്ടീസ് വേൾഡ് ബാങ്കിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു അലിഗേഷൻസിനെയൊക്കെ നിഷേധിച്ചുകൊണ്ട് ഇവർ വേൾഡ് ബാങ്കിനേക്ക് അതിന് റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു നോട്ടീസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അവർ വിശദീകരിക്കുന്നത് FY20 $24 മില്യൺ ഒരു ഓർഡർ വേൾഡ് ബാങ്ക് ഫണ്ട് ചെയ്യുന്ന നൈജീരിയ പ്രൊജക്റ്റിൽ ഇവർക്ക് ലഭിച്ചിരുന്നു. അത് 70 ട്രാൻസ്ഫോമറുകൾ സപ്ലൈ ചെയ്യാനുള്ള ഒരു ഓർഡർ ആയിരുന്നു. അപ്പോൾ ആ ഓർഡർ FY2022 ഇവർ എക്സിക്യൂട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ 90% പേയ്മെൻറ്റും ഇവർക്ക് ലഭിച്ചിരുന്നു. എന്നാൽ ലാസ്റ്റ് കൺസൈൻമെൻറ്റിൽ ഇവരുടെ ആ ഒരു ഷിപ്മെൻറ്റ് അതൊരു ആക്സിഡൻറ്റിൽ പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 3ഓളം ട്രാൻസ്ഫോമറുകൾ ഡാമേജ് ആവുകയും അത് ഉപയോഗശൂന്യമാവുകയും ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഇവർ അതിൻ്റെ എക്സ്പെൻസ് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷുറൻസിൽ ക്ലെയിം ചെയ്യുകയും അങ്ങനെ ഇൻഷുറൻസ് അലോട്ട് ചെയ്യപ്പെടുകയും, എന്നാൽ പുതിയ ട്രാൻസ്ഫോമറുകൾ നിർമ്മിച്ച് നൽകിയത് FY25 അപ്പോൾ ആ FY25 ആ ഒരു 3 ട്രാൻസ്ഫോമറും കൂടി രണ്ടാമതും സപ്ലൈ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ 10% പേയ്മെൻറ്റ് ഇവർക്ക് ലഭിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവർ നൽകുന്ന ഒരു വിശദീകരണം. അപ്പോൾ ഇവിടെ കമ്പനി പറയുന്നത് കമ്പനി യാതൊരു വിധത്തിലുള്ള ഒരു മിസ്കണ്ടക്റ്റും ഈ ഒരു ഡീലിൽ ചെയ്തിട്ടില്ല, ഇത് ആക്സിഡൻ്റലായിട്ട് സംഭവിച്ച കാര്യങ്ങളാണ്. അതുകൂടാതെ വേൾഡ് ബാങ്കിൻ്റെ ഈ ഒരു ഡീബാർ ഏകദേശം 4 കൊല്ലത്തേക്കുള്ള ഒരു ഡീബാറാണ്. അതായത് 2029 വരെ ഇവർക്ക് വേൾഡ് ബാങ്ക് ഫണ്ട് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിലും ഇനി ട്രാൻസ്ഫോമർ സപ്ലൈ ചെയ്യാൻ കഴിയില്ല.
എന്നാൽ ഇവർ പറയുന്നത് ഇവരുടെ മേജർ ഓർഡേഴ്സ് നിലവിലുള്ളതായാലും അല്ലെങ്കിൽ പൊതുവേ ഉള്ളതും വേൾഡ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഓർഡറുകളല്ല, അത് അവരുടെ മെയിൻ ബിസിനസ്സും അല്ലാതാണ്. അപ്പോൾ നമ്മൾ ജൂൺ ക്വാർട്ടർ വരെയുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു ഓർഡർ ബുക്ക് 5472 കോടിയുടെ ഒരു ഓർഡർ ബുക്കാണ്. അതുകൂടാതെ 18,100 കോടിയോളം രൂപയുടെ ഓർഡർ ബുക്കിൻ്റെ ഒരു നെഗോഷിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ കഴിഞ്ഞ ക്വാർട്ടറിൽ അവർക്ക് 592 കോടിയുടെ ഓർഡർ ബുക്ക് ഇൻഫ്ലോ കൂടുതലായിട്ട് ഉണ്ടായിട്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരു വിശദീകരണം മാനേജ്മെൻറ്റ് നൽകിയിട്ടുണ്ടെങ്കിലും അതിന് ഇൻവെസ്റ്റേഴ്സ് ആ രീതിയിൽ തന്നെ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം സ്റ്റോക്ക് ഇന്നും 10% താഴേക്ക് വരുന്നു. ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇതിൻ്റെ PE ആയിരുന്നു. വളരെ ഹൈ PEയിൽ ട്രേഡ് ചെയ്ത ഒരു സ്റ്റോക്കായിരുന്നു ഇത്. 300-400 വരെ ഇതിൻ്റെ PE പോയിരുന്നു. പിന്നീട് ഇപ്പോൾ നോർമൽ ലെവലിലേക്ക് അത് വന്നതായിട്ട് കാണാം. അപ്പോൾ ഇത്തരത്തിൽ ഹൈ PEയിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളിൽ ഇത്തരം വളരെ ചെറിയ വാർത്തകൾ പോലും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമെന്നതിൻ്റെ ഒരു തെളിവാണ് ഈ സ്റ്റോക്ക്. ഏതായാലും ഈ കമ്പനി ഈ ഒരു പ്രതിസന്ധിയെ റിക്കവർ ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിന് വലിയ സമയമെടുത്തേക്കും. ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങളുമായി ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകൾ അറിയിക്കാം. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.